ഹായ് ഇത് കലക്കിട്ടാ ഇവൻ അരിയട്രാസാ അല്ലടാ നമ്പർ കിട്ടിയില്ലേ? ആ കിട്ടി. നമ്പർ 1. ലേറ്റ് ആവണ്ടാന്ന് കരുതി പിടിപ്പിച്ചിട്ടില്ലേ? എന്നാ വേഗം പിടിപ്പിക്കണ്ടേ. വിൻസെന്റ് വന്ന ആദ്യമായിട്ട് വണ്ടി കാണുമ്പോ നമ്പർ 1 ആയിട്ടാ കാണട്ടെ. അല്ലടാ എത്ര കൊടുത്തു ഈ നമ്പർ 1-ന്? ഏയ് വെറും 4 ലക്ഷം റുപ്യ. 4 ലക്ഷം ഉണ്ടെങ്കിൽ ഒരു പുതിയ കാറ് വാങ്ങാലോ. അത് ശരിയാ. പക്ഷെ വാശി പിടിച്ചാലേ ഈ ഒന്നാമന് വേണ്ടി 4 കോടി ഇറക്കാൻ പേരുള്ള 10 കോടീശ്വരന്മാരുള്ള തൃശ്ശൂര്. അതുണ്ട്. അങ്ങനെ നോക്കിയത് ലാഭരാവണ്യേട്ടാ. എന്തൊട്ട് ലാഭം? ഇതേപ്പോ അകത്ത് കല്യാണം നടത്താൻ വന്ന ഇവന്റ് മാനേജ്മെന്റ് കൊഴിപ്പിക്കാൻ നോക്കുക. കാശകട്ട് പൊട്ടിക്കണം വിചാരിച്ചാ പപ്പടം പൊട്ടിക്കണ പോലെ പൊട്ടിക്കുമ്പോൾ വിൻസെന്റ്. അത് സത്യ. 2000 ആൾക്കുള്ള ഫുഡേ പറഞ്ഞിട്ടുള്ളൂ. അതൊരു ഫിക്സഡ് എമൗണ്ട് ആണ്. പക്ഷേ ട്രാൻസ്പോർട്ട് കമ്പനിയിലെയും ടെക്സ്റ്റൈൽസിലെയും എംപ്ലോയീസിനെ മൊത്തത്തിൽ ക്ഷണിച്ചത്. അത് ഇതിൽ കൂട്ടിയിട്ടില്ല. എന്താ കൂട്ടാഞ്ഞത്? അതോടെ കൂട്ടിക്കൊള്ളൂ. എക്സ്ട്രാ ഒരാൾക്ക് 800 രൂപ വെച്ച്, ടെക്സ്റ്റൈൽസിൽ 44 പേർക്ക് 35,200. ശരിയാണല്ലോ. വിൻസെന്റ് നമ്മള് ട്രാൻസ്പോർട്ട് കമ്പനിയിലെ ആൾക്കാരെ കൂട്ടിയില്ലേ? ഡ്രൈവർമാരും കണ്ടക്ടർമാരും പിന്നെ വർക്ക്ഷോപ്പിലെ പണിക്കാരൊക്കെ കൂടിയിട്ട് ഒരു 64 പേരുണ്ടാവട്ടാ. അപ്പൊ 64 × 800 51,200. കൺസ്ട്രക്ഷൻ കമ്പനിയിൽ സ്ഥിരം സ്റ്റാഫായിട്ട് 24 പേരുണ്ട്. ഇതൊക്കെ നേരത്തെ നോക്കണ്ടേ? 24 × 800 19,200 പ്ലസ് 35,200 പ്ലസ് 51,200 1,05,600. സാറ് രജനി അതിന്റെ യന്ത്രം കണ്ടിട്ടുണ്ടോ? ഇതിന് എന്തിനൊന്നും ആവണ്ട. ബിസിനസ് എന്ന് പറഞ്ഞാൽ തന്നെ ഒരു മനക്കണക്കാ. ഇനി എഴുന്നേറ്റോ. ഡോക്ടറെ, ഈ കൾപ്പൽ ടണൽ സിൻഡ്രം തൈറോയ്ഡ് കുറയുമ്പോഴും വരുമെന്നാണല്ലോ വിക്കിപീഡിയ പറയുന്നത്. ആണോ? അപ്പോൾ കറക്റ്റ് ആയിരിക്കും. വിക്കിപീഡിയ അങ്ങനെ കള്ളം പറയില്ലല്ലോ. അപ്പോൾ ഒന്ന് തൈറോയ്ഡ് ടെസ്റ്റ് ചെയ്യാം അല്ലേ? അതിനെന്താ, ചെയ്യാലോ. നമ്മുടെ ഹോസ്പിറ്റലിൽ നല്ല ലാഭല്ലേ ഉള്ളേ. അപ്പോൾ തൽക്കാലത്തേക്ക് എന്തെങ്കിലും മരുന്ന് കഴിക്കണോ? അതിനെപ്പറ്റി വിക്കിപീഡിയ ഒന്നും പറഞ്ഞിട്ടില്ലേ? അല്ല, അതിൽ ചില മരുന്നുകൾ പറയുന്നുണ്ട്. ഉവ്വോ. അപ്പൊ ആദ്യം വിക്കിപീഡിയ പറഞ്ഞോലെ തൈറോയ്ഡ് ഒന്ന് ചെക്ക് ചെയ്യാം. അതിന്റെ റിസൾട്ട് വരുമ്പോഴേക്കും ഞാനും വിക്കിപീഡിയ കയറി നോക്കാം. ഒരു മിനിറ്റ്. റിസൾട്ട് വരുമ്പോഴേക്കും കഴിക്കാനേ കുറച്ച് വൈറ്റമിൻ ടാബ്ലറ്റ്സും പെയിൻ കില്ലറും എഴുതിത്തരാം. അത് വേണോ? പിന്നെ വേണം. അത് ഈ ഫാർമസിയിൽ തന്നെ വാങ്ങേണ്ടി വരുമല്ലേ? അതെ. ഇവിടെ ആകുമ്പോൾ നല്ല ഒറിജിനൽ മെഡിസിൻ കിട്ടും. ഈ ഹോസ്പിറ്റൽ സാറിന്റെ ഫാദറിലോ ഡോക്ടർ കുര്യാക്കോസിൻ്റെതല്ലേ? യെസ്. ആയിക്കോട്ടെ. പേഷ്യൻസ് കഴിഞ്ഞു. പുറത്ത് ഇനി ആൾക്കാരുണ്ടല്ലോ. അയ്യോ, ഇത് പേഷ്യൻസ് അല്ല, സാറിനെ കാണാൻ വന്നിരിക്കുന്ന റിയൽ എസ്റ്റേറ്റ് ബ്രോക്കേഴ്സാ. ആണോ? വേഗം വരാൻ പറ. ചെല്ലാൻ പറഞ്ഞു. നമസ്കാരം. ഗുഡ് ആഫ്റ്റർനൂൺ ഡോക്ടർ. ഗുഡ് ആഫ്റ്റർനൂൺ. അൽഫോൺസ് ഡോക്ടർ ഡ്യൂട്ടി കഴിഞ്ഞു. പക്ഷെ ബ്രോക്കർമാർ കയറിയിട്ടുണ്ട്. ഓ, നാളെ പെങ്ങളുടെ കല്യാണമാണെന്നൊരു വിചാരമില്ല. ഈ റോഡിനുള്ള സ്ഥലം വിട്ടാ 40 ക്ലീൻ പ്ലോട്ട്സ് കിട്ടും. അതിൽ 10 എണ്ണം ഞാൻ വിൽക്കാം. ഡോക്ടർക്ക് എത്ര എണ്ണം വിൽക്കാൻ പറ്റും? ഒരു 10 എണ്ണം ഞാനും കാച്ചാ. അത് മതി. അപ്പൊ എല്ലാം പറഞ്ഞോലെ നാളെ പെങ്ങളുടെ കല്യാണം. ലേറ്റ് ആയതിന്റെ ചൂടില്ല. പെങ്ങളുടെ കല്യാണത്തിനപ്പോ ഞങ്ങളെ ക്ഷണിക്കുന്നില്ല സാറേ. അയ്യോ, ലിസ്റ്റ് ഒക്കെ കംപ്ലീറ്റ് ആയല്ലോ. സോറി കേട്ടോ. കാണാം. നമ്മുടെ വിൻസെന്റിന്റെ വിത്ത മത്ത കുത്തിയ കുമ്പളം മുളക്കില്ല. വേഗം വാ അൽഫി. നീ ഇങ്ങനെ കിടന്ന് പിടക്കല്ലേ? അവിടെ അപ്പനും ജോമോനും ഒക്കെ ഇല്ലേ? നല്ല മോനാ ജോമോൻ. എന്തും കാര്യം ഏറ്റോളൂ. എന്നിട്ടോ ഇന്നലെ പോയതാ കോയമ്പത്തൂർക്ക്. ഇതുവരെ എത്തിയിട്ടില്ല. നിങ്ങളുടെ അല്ലേ ബാക്കി ബെസ്റ്റ് ഫാമിലി. പെണങ്ങല്ലേടിയോ? കൊഞ്ചാതെ വേഗം വണ്ടി എടുക്ക അൽഫി. ഞാൻ ഉത്സാഹിച്ചില്ല എന്നല്ലേ നിങ്ങളുടെ പെങ്ങന്മാർ കരുതുവാ? എല്ലാ ഡിസൈൻസും നന്നായിട്ടുണ്ടല്ലേ? ഇത് നല്ല എലഗന്റ് ആയിട്ടുണ്ടല്ലോ. ഈ സാരി അസലായിട്ടുണ്ട്. ടെസ്സിക്ക് നന്നായി ചേരും. നാളെ പള്ളിയിൽ നിന്ന് വന്ന റിസപ്ഷൻ വേറെ ഡ്രസ്സാ. അത് കോയമ്പത്തൂര് സ്പെഷ്യൽ വർക്ക് ചെയ്യാൻ കൊടുത്തിരിക്കാ. ജോമ വരുമ്പോ കൊണ്ടുവരും. ദാ ഉണ്ടല്ലോ. നോയലും നോറയും അതിന് നനയ്ക്കാനിട്ട പാന്റിന്റെ പോക്കറ്റ് ഉണ്ടായിരുന്നു. ഞാൻ ഡ്രോയിൽ ഇട്ടിട്ടുണ്ട്. ഏത് ഡ്രോയില്? നമ്മുടെ ഡ്രസ്സിംഗ് ടേബിളിലെ ഡ്രോയില്. അവിടെ ഞാൻ നോക്കി കാണുന്നില്ല. ഒന്നേ എടുത്തു കൊടുക്കടി, നിന്റെ കിട്ടിയാണല്ലേ. നീ ഒന്ന് പിടിച്ചേ വിളെ. വരുന്നേ. മെയിൻ റോഡ് ഒന്ന് കഷ്ടി ഒരു 300 മീറ്റർ. അവിടെ നിന്ന് 5 മീറ്റർ വീതിയുള്ള ഉൾ റോഡ്. ഇനി 2-3 പ്ലോട്ടൂടെ ബാക്കിയുള്ളൂ കേട്ടോ. വേണമെങ്കിൽ പറഞ്ഞു. ജസ്റ്റ് ഡോക്ടറെ, ഈ അൽഫോൺസ് ഡോക്ടറെ ഇനി ആശുപത്രിയിലേക്ക് കിട്ടുമെന്ന് എനിക്ക് തോന്നണില്ല. ഫുൾ ടൈം റിയൽ എസ്റ്റേറ്റിൽ ഫോക്കസ് ചെയ്യാൻ പോവാ. അതാ നല്ലതെന്ന് എനിക്കും തോന്നിയിട്ടുണ്ട്. അതെ, ഇന്ത്യയിൽ തന്നെ ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് സിറ്റി ആകാൻ പോകണം നമ്മുടെ തൃശ്ശൂര്. വേണമെങ്കിൽ കുറച്ച് സ്ഥലമൊക്കെ വാങ്ങിയിടാൻ നോക്ക്. എടാ, നിനക്ക് വേണ്ടെങ്കിൽ നിന്റെ ദുബായിലെ അളിയനോട് പറയടാ. ആൽഫി, നാളെ പള്ളിയിൽ നിന്നും ഹാളിലേക്കുള്ള വണ്ടികൾ ആരാണ് ഏർപ്പാട് ചെയ്തിരിക്കുന്നത്? അത് ഇവന്റ് മാനേജ്മെന്റ് കോൺട്രാക്ട് ഉള്ളതല്ലേ? അവര് പറഞ്ഞു അതൊന്നും ഏറ്റിട്ടില്ലെന്ന്. എന്നാ പിന്നെ അതും ജോമോ തന്നെ ഏറ്റിട്ടുണ്ടാവും. എന്നിട്ട് അവൻ എവിടെ? ജോമോൻ കോയമ്പത്തൂരിൽ നിന്ന് ഇതുവരെ എത്തിയിട്ടില്ല. അപ്പൻ ഇനി പാലോണ്ണങ്ങളെ ഏൽപ്പിച്ചിട്ടുണ്ടാവോ? എങ്കിൽ ബെസ്റ്റായി. മൂപ്പര് ഭാര്യയുടെ കാറിന്റെ പിൻസീറ്റിൽ നിന്ന് കോർപ്പറേഷൻ പറയാൻ തുടങ്ങിയ പിന്നെ വേറൊന്നും ഓർമ്മ ഉണ്ടാവില്ല.
ബ്രിജിത്താമ്മേ ദേ ഈ സീലിന്റെ അടിയിൽ ഒരു ഒപ്പിട്ടെ. ഞാൻ വിരല് പതിപ്പിച്ചാ പോരെ? പോരാ, ഒരൊപ്പ് ഞാൻ വരച്ച് പഠിപ്പിച്ചു തന്നിട്ടുണ്ടല്ലോ, അതങ്ങോട്ട് വരച്ചാ മതി. ഇനി അതും ഞാൻ തന്നെ ചെയ്യേണ്ടി വരുക. ഇതിന്റെ ആവശ്യക്കാരൻ ആ വഴിയിൽ നിൽക്കുന്നുണ്ടാവും. കാശ് വാങ്ങുമ്പോ സൂക്ഷിക്കണം കേട്ടോ. എവിടെയാ ഒളിക്യാമറ വെച്ചിരിക്കുന്നത് പറയാൻ പറ്റില്ല. പാലോടനെയാണോ നീ കൈക്കൂലി വാങ്ങാൻ പഠിപ്പിക്കുന്നത്? മേയർ സ്ഥാനം വനിതാ സംവരണം ആയതുകൊണ്ടല്ലേ ഞാൻ ഈ ബാക്ക് സീറ്റിലിരുന്ന് ഭരിക്കേണ്ടി വരുന്നത്. ആ ദാ നിൽക്കണു, ഡാ ഒന്ന് ചവിട്ടിയുടെ ദിവസൂട്ടി വരുന്നുണ്ട്. നീ എന്നിട്ട് അവിടെ നോക്കണം. നമസ്കാരം. നമസ്കാരം. നമസ്കാരം മാഡം. ഡാ ഒരു നമസ്കാരം കൊണ്ട് ഞങ്ങൾ പകുതിച്ചിട്ടോളാം. വൈകിയപ്പോ ടെൻഷനായി അല്ലേ? ഇതെന്നിട്ടത് സാറേ ഏലസാണ്. അപ്പൊ ഇതാ ബട്ടൺസ് താട ഞാൻ നോക്കിട്ട് നിന്റെ ഇക്കിളിയൊന്നും മാറിയിട്ടില്ലല്ലേ? എന്റെ പൊന്നു പാലോടെ സാറേ, അത് തിരിക്കൊന്നും വേണ്ട, അത് ക്യാമറ ഒന്നും അല്ല. ക്യാമറ അല്ലാന്ന് എനിക്കറിയാം. ഞാൻ ഇതിൽ മഷി ഉണ്ടോ നോക്കിയതാ പൊട്ട. നീ സാധനം നോട്ടെടുന്ന വിഷയനോ? മൈലാഞ്ചിക്കിളി മൈന മൈന വേണം മൈന വേണം. സന്തോഷായില്ലോ. ഇനി എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ഓഫീസിൽ കയറി ഇറങ്ങണ്ട, എന്നോട് പറഞ്ഞാൽ മതി. മാഡം താങ്ക്സ്. ഒരു കാര്യം ചെയ്യും, ഒരു മൈക്ക് വെച്ച് പ്രിയമുള്ളവരെ മേഡം താങ്ക്സ്, മേഡത്തെ അങ്ങനെയല്ല പറയാ. എടാ കള്ളലക്ഷണം വെച്ച് നോക്കല്ലേ, ആൾക്കാർ സംശയിക്കുന്നു. പോയി ഇനിയൊന്ന് വണ്ടി വിടറോ. ബ്രിജിത്തെ, ഉദ്ഘാടനം കഴിഞ്ഞാൽ അവരുടെ വണ്ടി തന്നെ വീട്ടിൽ കൊണ്ടാക്കാൻ പറയണം. പിന്നെ ദേ പൊതി വാങ്ങാൻ മറക്കണ്ട. ഇങ്ങനെ ഒരു കോതി. എന്താളിയാ? അളിയ പള്ളിയിൽ നിന്ന് ഹാളിലേക്ക് പോകാനുള്ള കാറുകൾ അളിയനല്ലേ ഏറ്റത്? ഹേയ് ഞാൻ ഏറ്റിട്ടില്ല, അത് ജോമോനല്ലേ ഏറ്റത്. അവനോട് ചോദിക്കേ. ഹോ, എല്ലാം കയറി ഏറ്റിട്ട് ഈ കഴുതക്കുട്ടി എവിടെ പോയി കിടക്കുക? ഹലോ, ബൊക്കയുടെ കാര്യം എന്തായി? അതൊക്കെ ഞാൻ ഏറ്റെടുത്തു. ജോമോനെ? ഹലോ ഹലോ ഹലോ, കേൾക്കുന്നില്ലേ? റേഞ്ച് ഇല്ലേ? റേഞ്ചിന്റെ അടുത്ത് നല്ല റേഞ്ച് ഉണ്ട്. പക്ഷെ രാവിലെ പോലെ ഇവിടെ കിടന്ന് അലഞ്ഞുകൊണ്ട് ബാറ്ററി അല്പം ലോ ആയി പോയി. പക്ഷെ ഇപ്പൊ ചാർജായി, ഫുൾ ചാർജായി. മോനെ ജോമോനെ, നിന്റെ ബാറ്ററി ചാർജിങ് ഒക്കെ എനിക്ക് മനസ്സിലായി. പക്ഷെ ഇവിടെ നിന്റെ അപ്പനും ചേട്ടനും കിടന്ന് കയറ് ഒട്ടിക്കുന്നുണ്ട്. ഇനിയും ബാറ്ററി ചാർജ് ചെയ്യാൻ നിൽക്കാതെ വേഗം പോര്. ഞാൻ ദേഹത്തൊന്നും എടുത്തി. വെക്കല്ലേ. അത്യാവശ്യം കുറച്ച് സാധനങ്ങളുടെ ലിസ്റ്റ് ഞാൻ വാട്സാപ്പിൽ അയച്ചിട്ടുണ്ട്, അതും വാങ്ങണം. പിന്നെ ടെസ്സ കുറച്ച് ഫ്രഷ് മുല്ലപ്പൂ വാങ്ങാൻ പറഞ്ഞിട്ടുണ്ട്, മറക്കണ്ട. ഇല്ലല്ല, മറക്കില്ല. അണ്ണാ എങ്കിൽ അടുത്ത് ATM പോലെ തീർക്കാം. ഇതാ ഇങ്ങ പക്കത്തിൽ സാർ.